ഹലോ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ ഇന്ന് നമ്മൾ നോക്കുന്നൊരു പോമാണ് ടൈറ്റിൽ ആൻ ഇൻട്രൊഡക്ഷൻ റിട്ടൺ ബൈ കമലാദാസ്. ആദ്യം കമലാദാസ് എന്ന റൈറ്ററെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്നറിയപ്പെടുന്ന കമലാദാസ് ഒരു ബൈലിംഗ്വൽ റൈറ്ററാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിരുന്നൊരു റൈറ്ററാണ്. അവർ കേരളത്തിൽ നിന്നുള്ളൊരു മലയാളി റൈറ്റർ കൂടെയാണ്. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് അവർ ജനിക്കുന്നത് 1934 മരിക്കുന്നത് 2009. അവരുടെ കഥകളും അതുപോലെ തന്നെ പോയംസും എല്ലാം വളരെ ഫേമസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫിയുടെ പേര് മൈ സ്റ്റോറി, എൻ്റെ കഥ എന്നുള്ളതാണ്. ഈ ഓട്ടോബയോഗ്രഫി അതിൻ്റെ ഒരു ഓപ്പൺനെസ് കൊണ്ടും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കൊണ്ടും വളരെ ഫേമസ് ആയൊരു വർക്കാണ്. കമലാദാസ് ഒരു കോളംനിസ്റ്റ് കൂടെയാണ്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. വിമൻസ് ഇഷ്യൂ, ചൈൽഡ് കെയർ, പൊളിറ്റിക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ലിബറലായിട്ടായിരുന്നു അവർ ഫീമെയിൽ സെക്ഷുവാലിറ്റി അവരുടെ വർക്കിലൂടെ കൊണ്ടുവന്നിരുന്നത്. നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ പോയം ആൻ ഇൻട്രൊഡക്ഷൻ എന്ന ഈ പോയം ഇത് പബ്ലിഷ് ചെയ്തത് സമ്മർ ഇൻ കൽക്കട്ട എന്നൊരു ആന്തോളജിയിലാണ്. കമലാദാസിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല എക്സ്പീരിയൻസും അവരുടെ മാരേജ് അതുപോലെ തന്നെ അവരുടെ ലൈഫിലുണ്ടായിരുന്ന പല എക്സ്പീരിയൻസും അവരുടെ പോയംസിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു പോയത്തിലും അവർ അനുഭവിച്ചിരുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതിനവരെങ്ങനെയാണ് ഒരു ഉത്തരം കണ്ടെത്തിയത്, ഒരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തി, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. പോയം വായിക്കാം. ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. I don't know politics, but I know the names of those in power and can repeat them like days of week or names of months, beginning with Nehru. I am Indian, very brown, born in Malabar. I speak 3 languages, write in 2, dream in 1. പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരവരുടെ നാഷണാലിറ്റി ആദ്യമേ പറയുന്നുണ്ട്. ഇന്ത്യയാണ് അവരുടെ രാജ്യം. അതുപോലെ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോയം തുടങ്ങുന്നത്. അവർ പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അധികാരത്തിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. ഡേയ്സ് ഓഫ് വീക്ക് പോലെ അല്ലെങ്കിൽ നെയിംസ് ഓഫ് മന്ത്സ് പോലെ എനിക്ക് അവരുടെ പേരുകളെല്ലാം കൃത്യമായിട്ട് ഓർക്കാനും കഴിയും. അതിൽ സ്റ്റാർട്ടിങ് പറയുന്നത് നെഹ്റുവിൻ്റെ പേര് മുതലാണ്. നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒരു ഇൻഡിഫറൻസാണ് പൊളിറ്റിക്സിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിഫറൻസിൻ്റെ കാര്യമെന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ, വളരെ എലൈറ്റായിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ അവരുടെ കയ്യിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണം, പവർ ഒതുങ്ങുന്നതിൻ്റെ ഒരു വിരോധം കൂടി ആയിരിക്കാം. അതിനടുത്തുള്ള വരികളിൽ അവരുടെ ഐഡൻറ്റിറ്റി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഐ എം എൻ ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ. അവിടെ ശരിക്കുള്ളൊരു പ്ലേസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ മലബാറിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ അവർക്ക് 3 ഭാഷകൾ സംസാരിക്കാനായിട്ട് കഴിയും. 2 എണ്ണത്തിലാണ് അവർ എഴുതുന്നത്. ഡ്രീം ഇൻ 1. അപ്പോൾ ആ ഒരു അവർ സ്വപ്നം കാണുന്ന ഭാഷയെന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു ഒരു സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കാം. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. വൈ നോട്ട് ലീവ് മീ അലോൺ, ക്രിറ്റിക്സ്, ഫ്രണ്ട്സ്, വിസിറ്റിംഗ് കസിൻസ്, എവരി വൺ ഓഫ് യു. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്. ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ. ഇറ്റ്സ് ഡിസ്റ്റോർഷൻസ്, its cureness, all mine, mine alone. It is half English, half Indian, funny perhaps, but it is honest. നമുക്കറിയാം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ റിസൾട്ടായിരുന്നു ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷയിൽ എഴുതുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ കാലത്ത് എഴുതിയിരുന്ന പല റൈറ്റേഴ്സ് തന്നെ അവരവരുടെ മദർ ടങ്ങിൽ എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളിന്ന് പഠിക്കുന്നത് പോലെ ഒരു ഇന്ത്യൻ റൈറ്റിങ്ങിൽ ഇംഗ്ലീഷ് എന്നൊരു അങ്ങനെ ഒരു ജാനർ തന്നെ കാണില്ലായിരുന്നു. തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വെറുതെ വിടാത്തത്? ഞാൻ എഴുതുന്നത് എനിക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലാണ്. ഏത് ഭാഷയാണോ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ ഡിസ്റ്റോർഷൻസും അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ ക്യൂർനെസ്സും അതൊക്കെ തന്നെ എൻ്റേതാണ്. നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ഹാഫ് ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ ഹാഫ് ഇന്ത്യൻ ആണ്. ഒരു പക്ഷേ അതൊരു ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ കമലാദാസ് പറയുന്നത് ഇറ്റ് ഈസ് ഓണസ്റ്റ്, ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ. ഡോണ്ട് യു സീ? ഓരോരുത്തരുടെ ഭാഷ എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേ ആണ്. അപ്പോൾ അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാണ്ട് സാധിക്കില്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഷയാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഭാഷ എന്ന് ഞാൻ അംഗീകരിക്കുന്നത്. അതിന് നിങ്ങൾ എന്തിനാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ ലോങ്ങിങ്സ്, മൈ ഹോപ്സ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മീ ആസ് കോയിങ് ഈസ് ടു ക്രോസ് ഓർ റോറിങ് ടു ദ ലാൻഡ്സ്. It is human speech, the speech of the mind that is here and not there,
എ മൈൻഡ് ദാറ്റ് സീസ് ആൻഡ് ഹിയേഴ്സ് ആൻഡ് ഈസ് അവെയർ. Not the deaf, blind speech of trees in storm, or of monsoon clouds, or of rain, or the incoherent mutterings of the blazing funeral pyre. കമലദാസ് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രതീക്ഷകളും എൻ്റെ ഇഷ്ടങ്ങളും അതിനെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണോ പക്ഷികൾക്ക് അവരുടെ സൗണ്ട് അവരുടേതായിട്ടുള്ള ആ ഒരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷ അവരുടേതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ റോറിങ് ലയൺസിന് അതിൻ്റെ ഒരു മീഡിയമായിട്ട് മാറുന്നത്, കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നത്, അതുപോലെയാണ് ഞാനും എൻ്റെ ലാംഗ്വേജ് എൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് അത് വെറും ഡെഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പീച്ച് അല്ല. ഏതുപോലെയാണ്, അപ്പോൾ ഒരു കാറ്റ് വരുന്ന സമയത്ത് മരങ്ങളിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് പോലെയോ, അല്ലെങ്കിൽ മൺസൂൺ ക്ലൗഡിൻ്റെ സൗണ്ടുകൾ പോലെയോ, അല്ലെങ്കിൽ എന്താണ് ഒരു മഴ പെയ്യുന്ന സൗണ്ട് പോലെയോ, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ പാരലിൽ തീ കത്തുമ്പോൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട്, അതുപോലെയൊന്നുമല്ല. വളരെ ബ്ലൈൻഡായിട്ടുള്ള ഡെഫായിട്ടുള്ള ഒരു ഭാഷയല്ല എൻ്റേത്. ഈ ഒരു വരികളിലെല്ലാം തന്നെ സ്വന്തമായിട്ട് ഏത് ഭാഷയിൽ എഴുതണം എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു റൈറ്ററുടെ സ്ഥിതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനും ഏതിനും കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന കുറച്ച് ആളുകൾ, വളരെ എൽഡേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കമലദാസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എന്തിനും ഏതിനും റെസ്ട്രിക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി. നെക്സ്റ്റ് ലൈൻ. I was child, and later they told me I grew, for I became tall. My limbs swelled, and on 2 places sprouted hair. When I asked for love, not knowing what else to ask for, he drew a youth of 16 into the bedroom and closed the door. He did not beat me, but my sad woman body felt so beaten. The weight of my breast and womb crushed me. I shrank pitifully. കമലദാസ് ഈ പറയുന്ന വരികളിൽ തനിക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞു, എൽഡേഴ്സ് പറഞ്ഞു, നീ വളർന്നിരിക്കുകയാണ്. അതായത് അവരുടെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മാനസികമായിട്ടും ഒരു കുട്ടിയാണ്, വളരെ ഇന്നസെൻ്റാണ്, പക്ഷേ അവരുടെ ശരീരം വളർന്നിട്ടുണ്ട്. അപ്പോഴേക്കും എൽഡേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിയുമായിട്ട് ഒരു വുമണായിട്ട് മാറാനായിട്ട് അവളോട് ആവശ്യപ്പെടുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെയാണ് മനസ്സിനും ഇമോഷൻസിനും പല മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ താൻ സ്നേഹത്തിന് വേണ്ടി ചോദിച്ചപ്പോഴേക്കും വീട്ടുകാരെന്ത് ചെയ്തു, വെറും 16-ാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭർത്താവ് ഒരു മുറിയിൽ അവരെയിട്ട് പൂട്ടുന്നു. കമലദാസ് പറയുന്നത് അദ്ദേഹം അവരെ ഉപദ്രവിച്ചില്ല, പക്ഷേ അവരുടെ ഫീമെയിൽ എന്ന് പറയുന്ന ആ ഒരു ബോഡി കൊണ്ട് അവർ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടതുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കുട്ടിയായിരിക്കുന്ന ആ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് അത്രത്തോളം പക്വത നേടാത്ത ഒരു കാലഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോഴേക്കും അവർക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് തൻ്റെ ശരീരത്തിലുള്ള ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഫീമെയിൽ ബോഡി എന്ന് കാണിക്കുന്ന ചില ഭാഗങ്ങൾ, അവരുടെ ബ്രസ്റ്റ്, വൂമ്പ്, ഇതൊക്കെ തന്നെ അവരെ ക്രഷ് ചെയ്യുന്നത് പോലെ തോന്നി. അവിടെ അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ. Then I wore a shirt and my brother's trousers, cut my hair short and ignored my womanliness. Dress in saris, be a girl, be wife, they said, be embroider, be cook, be a corler with the servants, fit in. തൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു, പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങി. അവരുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു, അവർ സാരി മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് തൻ്റെ സഹോദരൻ്റെ ഷർട്ടും ട്രൗസേഴ്സും ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ മുടി ചെറുതായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും എൽഡേഴ്സിന് സഹിക്കുന്നില്ല. അവർ പറയുന്നത് സാരി ഉപയോഗിക്കൂ, ഒരു പെൺകുട്ടിയായിരിക്കും, ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എംബ്രോയിഡർ ആയിരിക്കും, ഒരു കുക്കായിരിക്കും, അല്ലെങ്കിൽ സെർവൻസിനോട് വഴക്കിടുന്ന ഒരു വീട്ടമ്മയാകും, ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. ഇങ്ങനെ പലരും ഉപദേശിക്കാനായിട്ട് തുടങ്ങി. Oh, belong, cried the categorizers. Don't sit on walls or peep in through our lace-draped windows. Be Amy, or be Kamala, or better still, be Madhavikutty. It is time to choose a name, a role. Don't play pretending games. Don't play at schizophrenia or be a nympho. Don't cry embarrassingly loud when jilted in love. ആ ഒരു സൊസൈറ്റിയിലെ എൽഡേഴ്സ് പല രീതിയിലുള്ള ഡൂസും ഡോൺസും അവർക്ക് മുന്നിലായിട്ട് വെച്ചു. അവരെ അവർ വിളിക്കുന്നത് കാറ്റഗറൈസേഴ്സ് എന്നാണ്. ഇവിടെ ഇരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നീ കമലയായിട്ടിരിക്കും, അല്ലെങ്കിൽ മാധവിക്കുട്ടിയായിരിക്കും. പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസാണ് സൊസൈറ്റി കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് പലരും അവരെ ഒരു നിംബോ എന്ന് വിളിച്ചു. നെക്സ്റ്റ് ലൈൻ. I met a man, loved him, called him not by any name. He is every man who wants a woman, just as
I am every woman who seeks love. In him, the hungry haste your rivers. In me, the ocean's childless waiting. Who are you? I ask each and every one. The answer is, it is I. Anywhere and everywhere, I see the one who calls himself I in this world. He is tightly packed like the sword in its sheath. It is I who drink lonely, drinks at all, midnight, in hotels of strange towns. It is I who laugh. It is I who make love and then feel shame. It is I who lie dying with a rattle in my throat. അതിനുശേഷം കമലദാസ് പറയുന്നത്, ഐ മെറ്റ് എ മാൻ, ഒരു മനുഷ്യനെ കണ്ടു. അയാളോട് ചോദിക്കുകയാണ്, ഹു ആർ യു? മറുപടി എന്ന് പറയുന്നത് ഐ, ഇറ്റ് ഈസ് ഐ. അവർ പറയുന്നത് എല്ലാ പുരുഷന്മാരെന്ന് പറയുന്നത് ആ ഒരു ഒരു മെയിൽ ഈഗോയെ ഡിഫൈൻ ചെയ്യുന്ന വ്യക്തികളാണ്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യാം. അവർക്ക് അവരെ ഐ എന്ന് സംബോധന ചെയ്യാം. രാത്രിയിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, അല്ലെങ്കിൽ അവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സൊസൈറ്റി അവരെ വിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ലൈൻ, ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്, ഐ ആം ദ ബിലവഡ് ആൻഡ് ദ ബിട്രേഡ്. ഐ ഹാവ് നോ ജോയ്സ് ദാറ്റ് ആർ നോട്ട് യുവേഴ്സ്, നോ എയ്സ് വിച്ച് ആർ നോട്ട് യുവേഴ്സ്. ഐ ടു കോൾ മൈസെൽഫ് ഐ. പോയതിൻ്റെ കൺക്ലൂഷൻ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കമലദാസ് തീരുമാനിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി കണ്ടെത്തുക, സ്വന്തമായിട്ട് തന്നെയും ഐ എന്ന് അഭിസംബോധന ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. കമലദാസ് അവിടെ കൺഫസ് ചെയ്യുന്നത് താനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഞാനൊരു സെയിൻ്റാണ്, എന്നാൽ ചില സമയത്ത് ഞാനൊരു സിന്നറാണ്. ഞാൻ തന്നെയാണ് ബിലവഡും അതുപോലെ ബിട്രേഡും. നിങ്ങൾക്കില്ലാത്ത ഒരു സന്തോഷവും എനിക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾക്കില്ലാത്ത ഒരു വേദനയും എനിക്കില്ല. ഞാൻ എന്നെയും വിളിക്കുന്നത് ഐ എന്ന് തന്നെയാണ്, ഒരു പുരുഷനെ പോലെ അല്ലെങ്കിൽ ഒരു ആണിനെ പോലെ. സോ ഈ ഒരു കൺഫെഷണൽ ടോണിലുള്ള ഈ ഒരു പോയത്തിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഫെമിനിസം, അതുപോലെ സെൽഫ് എക്സ്പ്ലോറേഷൻ, ലാംഗ്വേജ് ഓഫ് റൈറ്റിംഗ്, മാരേജ്, ഇങ്ങനെ പല പല തീംസിനകത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്, കൺഫെഷനാണ്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു റൈം സ്കീമൊന്നും അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഏകദേശം 60ഓളം ലൈൻസ് ഇതിനകത്തുണ്ടെങ്കിലും പല ലൈൻസും പല ലെങ്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ലൈൻസിൽ 1-2 വേർഡ്സ് മാത്രം, ചിലതിലാണെങ്കിൽ കൂടുതൽ വേർഡ്സ്. അങ്ങനെ വളരെ ഒരു പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇല്ലാത്ത രീതിയിലാണ്, ഒരു മീറ്റർ ഇല്ലാത്ത രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ ഈ കവിതയുടെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നെങ്ങനെയൊക്കെ ഒരു സൊസൈറ്റി ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ തിരിച്ച് കണ്ടെത്തി കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ടെത്തൽ കമലദാസ് തൻ്റെ ലൈഫിൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പോയം പറയാവുന്നതാണ്. സോ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.